ഹലോ ഹലോ ആരാണ്? മുനീറാണ്? അല്ല, അതിലിങ്ങനെ 5, 6 എന്നൊക്കെ ഒരു നമ്പർ. നെറ്റിന്ന് വിളിക്കുന്നല്ലേ? ഞാൻ ഇവിടെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാ. എന്തായി? കിട്ടിയാ? എന്റെ മോനെ, ഇത്ര പെട്ടെന്ന് റെഡിയാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആണ്? ഓ, അതൊക്കെ മൂപ്പര് നോക്കിയും കണ്ട് നിന്നോളൂ. നാളെയോ? അല്ല, നാളെ 1:30 എന്നൊക്കെ പറയുമ്പോ ഒക്കെ റെഡിയാക്കണ്ടേ ഇനി? അത് മതി, കുപ്പായൊക്കെ കൊടുത്തു വിട്ടാ. അതൊന്നും കുഴപ്പമില്ല. പിരിഞ്ഞിരിക്കാനൊക്കെ ഇപ്പൊ അനക്ക് അറിഞ്ഞൂടേടോ. മൂപ്പർക്ക് ഞാൻ അല്ലാതെ ഒരു കാര്യത്തിനും പറ്റൂല. പിന്നെ ഇപ്പൊ നമ്മുടെ അവസ്ഥ അതല്ലേ, ഈ കടക്കൊന്ന് തീർക്കണ്ടേ. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ മൂപ്പരൊരു സ്ഥലത്തും വിടൂല. ഇത് വരുമ്പോഴൊന്നും പിരിഞ്ഞു നിന്നിട്ടില്ല, അറിയാലോ എനക്ക്. ശരി ശരി ശരി. ഇങ്ങോട്ട് വാ. പിന്നെ മുനീറ് വിളിച്ച് വിസൊക്കെ ശരിയായി. പിന്നെ ഭയങ്കര പാടായിരുന്നു. സ്പോൺസറുടെ കാല് പിടിച്ച് ശരിയാക്കി. പിന്നെ മറ്റേ പാലസിലെ പണി പറഞ്ഞില്ലേ, അതൊക്കെ ശരിയായിന്ന്. നിങ്ങള് നാളെ തന്നെ ഇവിടുന്ന് പോണോ? എപ്പോ? നാളെ 1:30 ഫ്ലൈറ്റ്. അതിനെന്നെ കേറി ചെല്ലണോന്ന്. നാളെ ചെക്കോ? എന്താ പറഞ്ഞത്? നാളെ എങ്ങനെ പോണേ? നിങ്ങക്ക് എന്താ ഇവിടെ പണി? പണിയുടെ രഹസ്യ നാളെ തന്നെ പോണെന്ന് പറഞ്ഞാല് എന്താ ഈ പറയണത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഇപ്പത്തെ അവസ്ഥ. വാസുവേട്ടന്റെ ജപ്തി, അവർക്ക് പൈസ കൊടുക്കണ്ടേ? നമ്മുടെ കടങ്ങളൊക്കെ ഒന്ന് തീരണ്ടേ? അതല്ല, നാളെ ഒരു 2 ദിവസം മുമ്പ് പറയില്ലേ മനുഷ്യന്മാര് ഇത് പോണ്ട കാര്യം? അതിപ്പോ അവിടുത്തെ പേപ്പറൊക്കെ ഇപ്പോഴാണ് ശരിയാക്കിയത്. ഓന്റെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഈ പണി ശരിയാക്കിയത്, അറിയല്ല. നിങ്ങൾ നമ്മുടെ അവസ്ഥ ഓർത്തിട്ടെങ്കിലും പോ. ഒരു 2 വർഷത്തെ കാര്യല്ലേ ഉള്ളൂ. പോണേന്റെ എല്ലാ രഹസ്യൊക്കെ പോണോണ്ടല്ലേ. ഇപ്പൊ നാളെ തന്നെ പോവാന്ന് പറഞ്ഞാല് ഒരു തീരുമാനം നമുക്ക് മനസ്സുകൊണ്ട് എടുക്കാൻ ഒരു സമയം കിട്ടണ്ടേ മനുഷ്യന്മാർക്ക്? ഇതെന്ത് പറയാനാണിത്? നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ ഇഷ്ടണ്ടായിട്ടല്ല, നമ്മുടെ ഗതികേടാണ്. അതെങ്കിലും നിങ്ങളൊന്ന് ഓർക്ക്. ഞാനും എന്തെന്നാ പറയണത്? നിങ്ങൾ നാളെ പോണം. ഞാൻ ഇവിടെ എന്റെ കൂട്ടുകാരനും കൂടെ ഒന്ന് കണ്ടൊരു 2 വാക്ക് പറയണ്ടേ? ഇപ്പൊ പോയിട്ട് പറഞ്ഞു വാ. ഞാൻ കുപ്പായൊക്കെ എടുത്തിട്ടോ, ഞാൻ റെഡിയാക്കിക്കോളെ പെട്ടിയൊക്കെ. നാളെ വേറെ എന്തൊരു മാറ്റമൊന്നും കിട്ടൂലേ നാളല്ലാണ്ട്? നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നല്ല. അവിടെ നിയമൊക്കെ ഭയങ്കര പ്രശ്നാണ്. നമ്മുടെ സൗകര്യത്തിന് പറ്റൂല. ഓര് പറയണ പോലെയാണ് അവിടുത്തെ കാര്യങ്ങള്. ഞാൻ ദുബായിലേക്കാണ് പോണത്. എടുത്തോ പിടിച്ചു വെച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇവിടെ ടൗണിലേക്കൊന്നല്ല പോണേ. എനിക്ക് വിഷമല്ലാഞ്ഞിട്ടൊന്നല്ല. നിങ്ങളെന്ത് എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാത്ത? എന്നും ഇങ്ങനെ മനസ്സമാധാനം ഇല്ലാതെ ഉറങ്ങിയാ മതിയോ? ഒരു 2 വർഷം കഴിഞ്ഞ് നമുക്ക് സമാധാനമായിട്ട് ഇവിടെ നിന്നൂടെ? നമ്മുടെ മോന്റെ ഭാവി നോക്കണ്ടേ? നമ്മളെ സഹിക്കാൻ ആരും ഇല്ലക്ക, നമ്മളെ ഉള്ളൂ. നമുക്ക് അറിയാണ്ടല്ലോ. ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് പറ്റാ. എല്ലാരും കണ്ടിട്ട് നാളെ പോകേണ്ട കാര്യമാണ്. അത് എത്ര മണിക്കാണ്? 1:30. വിഷമിക്കണ്ട, നിങ്ങൾ പോയിട്ട് വാ, പുറത്ത് പോയിട്ട് വാ. ഇതിപ്പോ എന്താ ഉണ്ടാവുകയെന്നറിയോ? ഞാൻ ഇറങ്ങിയതിന്റെ 2ന്റെ അന്ന് അന്ന ഓള അവിടെ ചവിട്ടി പുറത്തേക്കാക്കും. ഞാൻ തടയാനില്ലാത്ത കാരണം മോൻ ഇറങ്ങി പോവുകയും ചെയ്യും. ഇപ്പൊ അത് മാത്രല്ല, നിങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ അന്യ നാട്ടിലൊന്നും പോയി പണിയെടുത്ത് ജീവിക്കാൻ പറ്റൂലടാ. പിന്നെ ഇതാ ഈ സാധനത്തിന് 2 ചീത്ത പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടൂല. ഞാൻ വരാലോ. എങ്ങട്?
ദുബായിലേക്ക് എന്തിന് ആടെയും കൊടുക്കു വെക്കാൻ ഉണ്ടാവൂലേ? അവിടെ കൊടുക്കു വെച്ചാലേ ആ. എന്റെ കൈത്തല കൊടുക്കൂല. എടാ പഴയ അറബിയുടെ പാലത്തിലേക്കാ ഞാൻ പോണത്. അവിടെ ഒക്കെ ചെന്ന് ഈ പോക്കറ്റ് തിരിച്ചടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ അന്ന് എന്റെ മയ്യത്താ. അല്ല പരീക, എന്തിനീ റസി ഇത്ര നിർബന്ധം പിടിക്കണ? ഇപ്പൊ അല്ലലൊന്നുമില്ല, കട നടത്തിയിട്ട് മാന്യമായിട്ട് ജീവിക്കണില്ലേ? കൊത്തിയ പാമ്പിനെ കൊണ്ട് എന്നെ വിസർക്കിക്കാന്ന് കേട്ടിട്ടുണ്ടോ? പാമ്പോത്തിയ അല്ല അല്ല കാര്യം പറയിപ്പിക്കും, ഒന്നും മിണ്ടാതെ നിക്കട കുഞ്ഞൂട്ടാ. വാസുട്ടിയുടെ വീട് ഇപ്പൊ ജപ്തിയായി ഉണ്ടല്ലോ. എന്നെ കൊണ്ട് പണി ഇരിപ്പിച്ചിട്ട് ആ കായ് കിട്ടിയ വാസുട്ടിയുടെ വീട് ഇങ്ങോട്ട് തിരിച്ചെടുക്കുക, എന്നിട്ട് ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിടണം. ഇതാണോ അവളുടെ ഉദ്ദേശം? അത് തെറ്റില്ലാത്തൊരു കാര്യമല്ല, നല്ലൊരു ആവശ്യത്തിനല്ലേ പറയണത്. എന്താ വെച്ച് പറഞ്ഞു, എന്റെ ജീവിതകാലം മുഴുവൻ അവിടെ പണിയെടുക്കണം, എന്നാലേ ആ കായ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എത്ര മണിക്കാണ് ഫ്ലൈറ്റ്? അത് നാളെ 1:30 ഉച്ചക്ക്. അപ്പൊ ഇവിടുന്ന് എപ്പോ പോണം? ഞാൻ ഒരു 9-9 ആകുമ്പോ ഇറങ്ങണം. അപ്പൊ ഇന്നത്തോടെ നടക്കണം ഈ പരിപാടി. അത് നടക്കണേ. ഇനിയിപ്പോ നമ്മൾ അതും ഇതും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ആദ്യം ഈ സാധനം ഇങ്ങോട്ട് വാങ്ങിക്കുക. എന്നിട്ട് അതുകൊണ്ട് നേരെ പോയിട്ട് ആളെ വിളിക്കുക, ഇത് കയ്യിരിക്കാണ്ട് കൊടുക്കുക. ആ സമയത്ത് ഞങ്ങൾ രണ്ടാളും പതുക്കെ നൈസിൽ അവിടുന്ന് മാറും. ഇപ്പൊ ആ നേരത്ത് വേണം നീ വരാൻ. ഓക്കെ, വന്നു കഴിഞ്ഞിട്ട് ഇതിന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, 4 പൊട്ടിക്ക്. പിന്നെ കേസ് കൊടുപ്പും നിന്നെ പോക്ക് മുടക്കൂലല്ലേ. അത് ഞങ്ങളുണ്ട്. ധൈര്യമായിട്ടിരി. ഒരു പ്രശ്നമില്ല. പരീക്ക് ഒരു 1000 രൂപ അവൻ അങ്ങോട്ട് കൊടുത്തേ. ആരാ അടിക്കുന്നത്? എടാ ഞങ്ങള് 3 പേരും കൂടി ഇരുന്ന് അടിക്കാനാണ്. അല്ല അപ്പൊ പോക്ക് മുടക്കുന്നു പറഞ്ഞു. നീ ഇപ്പൊ അത് മേടിക്കാൻ പോകുമ്പോ അത് മുടങ്ങരുതല്ല, അത് പറഞ്ഞാണ്. എന്തുട്ടാ നീ കേക്കണ? 1000 രൂപ കൊടുക്ക്. 1000 ഉറുപ്പ്യൊക്കെ ഉണ്ടോ? എടാ ഒരു 900 രൂപ ഒരു വിസ്കി ഉണ്ട്, ബീവറേജിൽ പോയിട്ട് വാങ്ങണം. എന്തിനീ? 300 രൂപ കിട്ടും. ഒരേ കുപ്പി, ഒരേ കളർ, ഒരേ സാധനം. അത് നീയും ആശാനും കൂടി മേടിച്ച് കടയിലിരുന്ന് അടിച്ചോ. ഇപ്പൊ പറയണേ ഇത് ഇജ്ജ് മേടിച്ചു കൊടുക്ക്. വലിയ പൈസ പോയി വാങ്ങടാ. തൊട്ട് വെക്കാൻ എന്തൊക്കെ വിളിക്കണം? ഒന്നും വേണ്ട, നീ ഇത് മാത്രം ഇങ്ങോട്ട് ആശാനെ മേടിച്ചോ. പോയിട്ട് വരാം ആശാൻ. ആ പോ. അതിനാ പോണത് യാത്ര.